സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ വിഷയം അതിൻ്റെ കൂടുതൽ വസ്തുതകളിലേക്ക് മലകയറുകയാണ്. അനുദിനം പുതിയ കണ്ടെത്തലുകളുമായി SIT നീങ്ങുന്നു. SITയുടെ നീക്കം അടൂർ പ്രകാശ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്തതിലേക്ക് നീങ്ങുന്നൊരു ഘട്ടത്തിൽ മാത്രം ആദ്യം പ്രഖ്യാപിച്ച വിശ്വാസത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്. SITയോടുള്ള വിശ്വാസത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്. കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തോട് അവിശ്വാസം പ്രകടിപ്പിച്ച് മലക്കം മറിയുകയാണ് കോൺഗ്രസിലെ ചിലർ. എല്ലാവരുമില്ല. നമുക്കിന്ന് ആ വിഷയത്തിലേക്ക് തന്നെ ആദ്യം പോകാം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനും സോണിയാഗാന്ധിയെ കാണാൻ അവസരമൊരുക്കിയത് ആരാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു. സ്വർണ്ണമോഷണ കേസിൽ കോൺഗ്രസ് നേതാക്കളിലേക്ക് അന്വേഷണം എത്തുമ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്നത് അവസരവാദ നിലപാടല്ലേ എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരമൊരുക്കിയത് താനല്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ആവർത്തിക്കുകയും ചെയ്തു. ഉമേഷ്, ഇന്നിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ ഇത്തരത്തിൽ ഗോവർദ്ധനും ഒപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച, ഒന്നിച്ചുള്ള ഫോട്ടോ എടുപ്പ്, എന്തൊക്കെയോ സമ്മാനം കൈമാറുന്ന ഫോട്ടോകൾ, ഇതൊക്കെ എങ്ങനെ വന്നു? ഇതിലേക്ക് നയിക്കപ്പെട്ടത് ആരാണ്? അതും 2 തവണയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണുന്നത്. ഒന്ന് ആൻ്റണി MPക്കൊപ്പവും മറ്റൊന്ന് അടൂർ പ്രകാശിനൊപ്പവും. അപ്പോൾ അടൂർ പ്രകാശിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ മാത്രം കോൺഗ്രസ് മലക്കം മറിയുന്ന സാഹചര്യമാണ്. ഇതുവരെ SIT കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണമാണെന്ന് നമുക്കറിയാം. കോടതി പോലും തൃപ്തി രേഖപ്പെടുത്തുന്നു. ഇടക്കാല റിപ്പോർട്ടുകളൊക്കെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ മാത്രമല്ല, ആ സംഘത്തെ SIT സംഘത്തെ വിപുലീകരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ ഒരു അസ്വസ്ഥതകളുമില്ലാതെ ആ അന്വേഷണം പൂർത്തിയാകട്ടെ എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസ് എങ്ങനെയാണ് അടൂർ പ്രകാശിലേക്ക് ചോദ്യം ചെയ്യൽ നീളുന്ന ഒരു ഘട്ടത്തിൽ അസ്വസ്ഥരാകുന്നത് എന്ന കൃത്യമായ ചോദ്യമാണ് MV ഗോവിന്ദൻ മാസ്റ്റർ മുമ്പോട്ട് വെച്ചത്, അല്ലേ? അതെ അജിംഷാദ്, ഈ വിഷയത്തിൽ ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് CPIMൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ഗോവിന്ദൻ മാസ്റ്റർ ഒരിക്കൽ കൂടി ഇന്ന് വ്യക്തമാക്കി. എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് SIT അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് മാറ്റവും അദ്ദേഹം ഇന്ന് തുറന്നു കാണിക്കുകയുണ്ടായി. അദ്ദേഹം വ്യക്തമാക്കിയത് CPIM തുടക്കം മുതൽ ഒരേ നിലപാടാണ്. അതായത് ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം പോലും മോഷണം പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് CPIMൻ്റെ നിലപാട്. അങ്ങനെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റുകാർ ആരായാലും അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ വേണം എന്നുള്ളത് തന്നെയാണ് CPIMൻ്റെ നിലപാട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. ഹൈക്കോടതിയുടെ രൂപം നൽകിയ പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുകയും തെറ്റുകാരെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്യുകയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്തത്. ഈ അറസ്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോഴും CPIM പൂർണ്ണമായും അതിന് പിന്തുണ നൽകുന്ന നിലപാട് തന്നെയാണ്, സമീപനം തന്നെയാണ്. ആ അന്വേഷണവുമായി സഹകരിച്ച അല്ലെങ്കിൽ ശരിയായ ദിശയിൽ തന്നെയാണ് അന്വേഷണം എന്ന നിലപാട് തന്നെയാണ് CPIM എല്ലാ ഘട്ടത്തിലും കൈക്കൊണ്ടിട്ടുള്ളത്. ആ അന്വേഷണവുമായി സഹകരിക്കുക എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസും, അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ഈ SIT അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. അന്വേഷണം ശരിയായ ദിശയിലാണ്, SITയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് തന്നെയായിരുന്നു VD സതീശന് വ്യക്തമാക്കിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാട്, അതിൽ മലക്കം മറിയുന്ന നിലപാട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്, പ്രത്യേകിച്ച് VD സതീശൻ്റെ ഭാഗത്തു നിന്ന്. അതിന് കാരണം ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, സംഭവവുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിക്കൊപ്പം ഈ സ്വർണ്ണമോഷണ കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം ഈ കേസിൽ അറസ്റ്റിലായ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ഇവർക്കൊപ്പം 2 MPമാർ ഒപ്പം നിൽക്കുന്നു, അടൂർ പ്രകാശും ആൻ്റണിയും. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതോടെ സ്വാഭാവികമായും കോൺഗ്രസ് പ്രതിരോധത്തിലായി. എന്ന് മാത്രമല്ല, അടൂർ പ്രകാശിനെ അടുത്ത ദിവസം ചോദ്യം ചെയ്യാൻ പോവുകയാണ് എന്നുള്ള വാർത്തകളും വരുന്നു. ഈ ഘട്ടത്തിൽ ആണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് മാറ്റം ഉണ്ടായത് എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്നത്. തീർത്തും നാൾവഴികൾ പിന്നിലേക്ക് പരിശോധിക്കപ്പെട്ടാൽ ഉമേഷ്, കാരണം ആദ്യഘട്ടത്തിൽ നിയമസഭയിലടക്കം ഇത്തരത്തിലൊരു SIT അന്വേഷണ ആവശ്യങ്ങൾക്കെതിരായിരുന്നു കോൺഗ്രസ്. അത് ശരിയാണ്, നിയമസഭയിലടക്കം അവർക്ക് മോദിയുടെ നേതൃത്വത്തിലുള്ള CBI വരണമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആവശ്യം. പക്ഷേ അത് പിന്നീട് മാറുന്നു. കാരണം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് എന്നറിയുന്നതോടുകൂടി, അത് മാത്രമല്ല കോടതിയുടെ മേൽനോട്ടത്തിൽ വളരെ സമഗ്രമായൊരു അന്വേഷണം, അത് സർക്കാരും ആവശ്യപ്പെടുന്നു, ദേവസ്വം ബോർഡും ആവശ്യപ്പെടുന്നു, അപ്പോൾ എല്ലാവരും സ്വീകാര്യമാകുന്നു. അതിൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ ഓരോ ഘട്ടങ്ങളിലും അത് പുരോഗമിക്കുന്ന വേളയിൽ എല്ലാം നിരവധി പേർ അറസ്റ്റിലാകുന്നു. അടക്കമുള്ള വേളകളിലൊക്കെ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പുകളും ഒക്കെ പുരോഗമിക്കുന്ന ഘട്ടത്തിലും ഒക്കെ കോൺഗ്രസ്
SIT വിശ്വസിച്ച് തന്നെയാണ് നീങ്ങുന്നത്. ഇപ്പോൾ അടൂർ പ്രകാശിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ മാത്രം SIT-യിൽ വിശ്വാസം പോകുന്ന തരത്തിലേക്കുള്ള വർത്തമാനങ്ങൾ VD സതീശൻ അടക്കമുള്ളവരുടെ ഭാഗത്തുണ്ടാകുകയാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ അന്വേഷണം നടക്കട്ടെ എന്ന വാക്ക് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം VD സതീശനെ ആ അർത്ഥത്തിൽ തള്ളുന്നവർ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. SIT-യോട് വിശ്വാസം പ്രകടിപ്പിക്കുക. കാരണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണല്ലോ. അതാണ് ഇതിൻ്റെ നാൾ വഴികളൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ഓടിപ്പോകാനാകുന്ന വിവരങ്ങൾ, പരിശോധിക്കാനാകുന്ന വിവരങ്ങൾ. അതെ അതെ അജിംഷാദ്, ഈ വിഷയത്തിൽ VD സതീശനാണ് പ്രകടമായ നിലപാട് മാറ്റം ഉണ്ടായിട്ടുള്ളത്. സതീശൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അതാണ് ഗോവിന്ദമാഷ് ചൂണ്ടിക്കാണിച്ചും അത് തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിലൊക്കെ SIT അന്വേഷണം അത് തൃപ്തികരമാണ്, അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, പ്രത്യേക അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, കാരണം ഹൈക്കോടതിയാണ് നിയോഗിച്ചത് എന്നൊക്കെയാണ് VD സതീശൻ പറഞ്ഞത്. പക്ഷേ ഇന്നലെ മുതലാണ് ആ നിലപാടിൽ മാറ്റം വരുത്താൻ തുടങ്ങിയത്. കാരണം അടൂർ പ്രകാശിനെയാണ് അടുത്തതായി ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്ന് വരുന്നു. ആ ഘട്ടത്തിൽ അത് SIT സമ്മർദ്ദങ്ങൾക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലേക്ക് VD സതീശൻ നിലപാട് മാറ്റുകയാണ്. അത് സ്വന്തം നേതാവിലേക്ക് അന്വേഷണം വരുന്നു എന്ന് കാണുമ്പോഴാണ് നിലപാട് മാറ്റം. അത് പ്രകടമാക്കിയത് VD സതീശനാണ്. പരസ്യമായ അത്തരത്തിൽ അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചത് VD സതീശനാണ് എന്ന് തന്നെയാണ് ഗോവിന്ദമാഷ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു എന്നുകൂടി ഗോവിന്ദമാഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്രനാൾ ഇങ്ങനെ അന്വേഷണത്തെ സ്വാഗതം ചെയ്തവർ ഇന്നിപ്പോൾ അതിനെ തള്ളിപ്പറയുന്നതെന്ന് മാത്രമല്ല, അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള നിലപാടുകൾ കൂടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഗോവിന്ദമാഷ് ചൂണ്ടിക്കാണിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് വിശ്വാസികളുടെയോ അയ്യപ്പൻ്റെയോ ഒന്നും പണം തട്ടുന്ന പാർട്ടിയല്ല CPIM എന്നുള്ളത് ജനങ്ങൾക്കറിയാം എന്ന് ഗോവിന്ദമാഷ് വ്യക്തമാക്കുന്നു. അതോടുകൂടി ചേർത്ത് തന്നെയാണ് ഈ പ്രതികരണവും ഗോവിന്ദമാഷ് നടത്തുന്നത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാട് മാറ്റം, അതിന് കാരണം അടൂർ പ്രകാശിലേക്ക് ഈ അന്വേഷണം എത്തുന്നു എന്നുള്ളത് തന്നെയാണ് എന്നാണ് ഗോവിന്ദമാഷ് ഇന്ന് വ്യക്തമാക്കിയത്.